നമ്മുടെ ഇന്ത്യൻ സിനിമകൾക്കൊക്കെയുള്ള തനതായ ചില ഫ്ലേവറുകൾ സീരീസ് ഫോർമാറ്റിലേക്ക് നല്ല രീതിയിൽ പറിച്ചു നട്ടിട്ടുള്ള ഒരു ഇന്ത്യൻ സീരീസാണ് TVFന്റെ ആസ്പിരൻസ്. ഇന്ത്യൻ സ്ട്രീമിംഗ് മേഖലയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സീരീസുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ സീരീസുകളിൽ കാണുന്ന ഒരു ഫോർമാറ്റിൽ നമ്മുടെ നാട്ടിലെ റിയാലിറ്റി അവതരിപ്പിക്കുന്നത് പോലെയാണ് കുറേയൊക്കെ തോന്നുക. പക്ഷേ ഇന്ത്യയുടെ ഒരു സിഗ്നേച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ മുഖ്യധാരാ സിനിമകളിൽ കാണുന്ന വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗുകളും വിഷ്വലി സ്റ്റേജ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റുകളും പാട്ടുകളും ഒക്കെ ഒരു സീരീസ് ഫോർമാറ്റിലേക്ക് കൺവിൻസിംഗ് ആകുന്ന രീതിയിൽ കൊണ്ടുവരാൻ ആസ്പിരൻസിന് സാധിച്ചിട്ടുണ്ട്. UPSC പ്രിപ്പറേഷൻ പോലെയുള്ള ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി എന്ന രീതിയിലായിരുന്നു ഇതിന്റെ ഒന്നാമത്തെ സീസൺ വന്നത്. രണ്ടാമത്തെ സീസണിലേക്ക് എത്തിയപ്പോഴേക്കും ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിലേക്ക് കഥ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ മൂന്നാം സീസണിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഡ്രമാറ്റിക് ആവുകയാണ്. എന്നാൽ സീസണിന്റെ അവസാനമാകുമ്പോഴേക്കും ഒന്നാം സീസണിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷണൽ വാംത്ത് സീരീസിലേക്ക് കൊണ്ടുവരാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി രണ്ട് സീസണുകളും ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് തൃപ്തി തരുന്ന ഒരു മൂന്നാമത്തെ സീസൺ തന്നെയാണ് ഇത്തവണ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ALC സന്ദീപ് ഓലാൻ DM അഭിലാഷ് ശർമ്മയ്ക്കെതിരെ സ്വജനപക്ഷപാതത്തിന് കംപ്ലൈന്റ് കൊടുക്കുന്നതും അതൊരു എൻക്വയറി കമ്മീഷനിലേക്ക് നീങ്ങുന്നതുമായിരുന്നു രണ്ടാം സീസൺ അവസാനം നമ്മൾ കണ്ടത്. എൻക്വയറി നടക്കുന്നതിന് പാരലായിട്ട് ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് പ്രൊജക്ട് റാംപൂരിൽ കൊണ്ടുവരാൻ അഭിലാഷ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയൽ ജില്ലയായിട്ടുള്ള സമ്പലിന്റെ DM ആയിട്ടുള്ള പവൻ കുമാറും ഈ ഒരു പ്രൊജക്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. 1000 ഏക്കർ ലാൻഡ് എക്വയർ ചെയ്ത് കൊടുക്കുന്ന ജില്ലകൾക്കാണ് പ്രൊജക്ട് കൊടുക്കുന്നത്. IPS കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ അറ്റംപ്റ്റിൽ അഭിലാഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് പവൻ. ഇവർ തമ്മിലുണ്ടായിരുന്ന പഴയ പ്രശ്നങ്ങൾ ഈ ഒരു പ്രൊജക്ടിനെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നതാണ് ഈ സീസണിൽ നമ്മൾ കാണുന്നത്. ആദ്യത്തെ എപ്പിസോഡിലൊക്കെ നമുക്ക് അറിയുന്ന കഥാപാത്രങ്ങളെയും പുതിയ കഥാപാത്രങ്ങളെയും ഒക്കെ സീരീസ് പ്രസന്റ് ചെയ്യുന്നത് കുറച്ചധികം ഡ്രമാറ്റിക് ആയിട്ടാണ്. SK അഭിലാഷിനേക്കാൾ സന്ദീപ് ഭയ്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അഭിലാഷും പവനും തമ്മിലുള്ള കോൺവെർസേഷനിൽ മഹാഭാരത റെഫറൻസ് ഒക്കെ കയറി വരുന്നുണ്ട്. TVF ഇത് സീരിയൽ കാണുന്നവർക്ക് ഇഷ്ടമാകാൻ വേണ്ടി മാറ്റിപ്പണിയുകയാണോ എന്നൊരു സംശയം തോന്നി തുടങ്ങുന്ന സമയത്ത് ഒന്നാം സീസണൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണമായ ചില എലമെന്റുകൾ തിരക്കഥയിലേക്ക് വരും. പഠിക്കുന്ന സമയത്ത് അഭിലാഷും പവനും ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുന്നതും അതിനുശേഷം അവരെ പഠിപ്പിക്കുന്ന ടീച്ചർ ഹൈ EQ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ് എന്നത് വിശദീകരിച്ചു കൊടുക്കുന്നതുമൊക്കെ അത്തരം ചില എലമെന്റുകളുള്ള മൊമെന്റുകളാണ്. വളരെ ഗ്രേ ആയിട്ടുള്ള ഒരു സോണിലുള്ള ക്യാരക്ടറാണ് അഭിലാഷ്. സ്വന്തം സ്വപ്നങ്ങൾക്ക് പുറകെ പോയിട്ട് സുഹൃത്തുക്കൾക്ക് ഇമോഷണലി അവൈലബിൾ ആകാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. ഇമോഷണൽ ഏരിയയിലുള്ള അഭിലാഷിന്റെ ഒരു അൺസർട്ടനിറ്റിക്ക് ഒരു അവസാനം കാണുക എന്ന ഉദ്ദേശവും ഈ സീസണിന് ഒരർത്ഥത്തിലുണ്ട്. ഇതിനു മുന്നേയുള്ള 2 സീസണുകളിൽ റൈറ്റർ എന്ന ലെവലിൽ ഉണ്ടായിരുന്ന ദീപേഷ് സുമിത്ര ജഗദീഷാണ് ഇത്തവണ സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിനു മുന്നേ സംവിധാനം ചെയ്ത അപൂർവ് സിംഗ് കർക്കി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പശ്ചാത്തല സംഗീതവും സ്ലോ മോഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിഷ്വൽ ലാംഗ്വേജ് ദീപേഷ് തുടരുന്നുണ്ട്. അതേസമയം വിഷ്വൽ അപ്രോച്ചിൽ ഒരു കൃത്യതയുള്ള വ്യക്തിയാണെന്ന് തോന്നിപ്പിക്കുന്ന സംഗതികളും പുള്ളി ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഭിലാഷും ധൈര്യവും തമ്മിൽ ഒരു കോൺവെർസേഷനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം റിവീൽ ചെയ്യപ്പെടുമ്പോൾ 180 ഡിഗ്രി റൂള് നൈസായിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഡ്രമാറ്റിക് ഇമ്പാക്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പല സീനുകളും നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലവും കോസ്റ്റ്യൂമും ലൈറ്റിങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പവർ ഡൈനാമിക്സ് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യുന്നുണ്ട്. തിരക്കഥയ്ക്ക് ചില്ലറ ലിമിറ്റേഷനുകൾ ഇത്തവണയുണ്ട്. കഥയുടെ ഒരു പോക്ക് കാരണം എല്ലാ കഥാപാത്രങ്ങളിലേക്കും ഈക്വലായ രീതിയിൽ പോകാൻ തിരക്കഥയ്ക്ക് സാധിക്കില്ല. അഭിലാഷിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കഥയായതുകൊണ്ട് ആ ക്യാരക്ടറുമായിട്ട് അടുത്തു നിൽക്കുന്നവരെയും പുതിയതായിട്ട് വരുന്ന കഥാപാത്രങ്ങളെയുമാണ് ഈ സീസൺ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായ കുറച്ച് പാട്ടുകൾ സ്നിപ്പറ്റുകളായി ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഇമ്പാക്ട് സൃഷ്ടിക്കുന്നുണ്ട്. അഭിലാഷ് ശർമ്മയായിട്ട് വരുന്നത് നവീൻ കസ്തൂരിയാണ്. 2 പാരലൽ ട്രാക്കുകളിലും അല്പം കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള സ്പേസിലാണ് ഇത്തവണയും അഭിലാഷ് ഉള്ളത്. തന്റെ ഇമേജിനെ കുറിച്ചുള്ള അഭിലാഷിന്റെ കൺഫ്യൂഷനുകൾ വളരെ ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെൻഷനാണ്. ഈ ക്യാരക്ടർ ഒന്ന് മനസ്സറിഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്ന പോലത്തെ ഒരൊറ്റ സീൻ മാത്രമേ മൊത്തം സീസണിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പെർഫോമൻസിൽ വല്ലാതെ നാടകീയത കൊണ്ടുവരാതെ ആ ക്യാരക്ടറിന്റെ ചാലഞ്ചുകൾ നവീൻ കസ്തൂരി അവതരിപ്പിച്ചിട്ടുണ്ട്. സീരീസിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കഥാപാത്രമായിട്ടുള്ള പവൻ കുമാറിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ജതിൻ ഗോസ്വാമിയാണ്. ജതിൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരർത്ഥത്തിൽ 12th ഫെയിലിൽ നമ്മൾ കണ്ട മനോജ് എന്ന ക്യാരക്ടറിന്റെ കുറച്ചുകൂടെ വോക്കൽ ആയിട്ടുള്ള വേർഷനാണ്. ഹിന്ദി മീഡിയത്തിലുള്ള IAS ആസ്പിരൻസിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് പവൻ. പവനെ ഒരു പ്രതികാരം ചെയ്യാൻ നോക്കുന്ന വ്യക്തി എന്ന രീതിയിലാണ് സീരീസ് തുടക്കത്തിൽ കാണിക്കുന്നത്. പക്ഷേ ഈ പ്രൊജക്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ ശ്രമങ്ങൾ കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്ന് കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ക്യാരക്ടറിനോടൊരു സ്നേഹം പ്രേക്ഷകന് തോന്നാൻ പാകത്തിലുള്ള ലെവൽ മെലോഡ്രാമ മാത്രമേ ജതിൻ ഗോസ്വാമി പെർഫോമൻസിൽ കൊണ്ടുവരുന്നുള്ളൂ. തേങ്ങാം സെലിൻ ദീപ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. രണ്ടാം സീസണിനേക്കാൾ ആ ക്യാരക്ടറിനെ കുറിച്ച് അറിയാൻ നമുക്കൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ സീരീസിലെ പ്രധാനപ്പെട്ട മറ്റ് കഥാപാത്രങ്ങളായിട്ടുള്ള ശിവാങ്കിത് സിംഗ് പരിഹർ അവതരിപ്പിക്കുന്ന ഗുരിയും അഭിലാഷ് തപ്ലിയാൽ അവതരിപ്പിക്കുന്ന SKയും നമിത ദുബെയുടെ ധൈര്യയും പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് സണ്ണി ഹിന്ദുജയുടെ സന്ദീപ് ഭയ്യയും ഒക്കെ
കഥയിൽ നിർണായക പങ്കുള്ള ക്യാരക്ടറുകളായിട്ട് വരുന്നുണ്ട്. പക്ഷേ പെർഫോം ചെയ്യാനുള്ള സ്ക്രീൻ ടൈം വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ സമയം മാത്രമേ അവർ വരുന്നുള്ളൂ. UPSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞ ഒന്നാം സീസണിന് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ടായിരുന്നു. പലർക്കും റിലേറ്റബിൾ ആകുന്ന ഒരു രീതിയിലേക്ക് ആ സീരീസ് പോയത് അതുകൊണ്ടാണ്. IPS പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സീരീസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും കഥ അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാത്ത സോണുകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. കഥാപാത്രങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അത് ആരെങ്കിലും ഒക്കെ പിണക്കും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോഴത്തെ കഥാഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ റിയലിസ്റ്റിക് ഫീൽ ഗുഡ് എന്ന സോണിൽ നിന്ന് ആസ്പിരൻസ് മെല്ലെ വഴിമാറി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ആവർത്തന വിരസത വരാതിരിക്കാൻ അങ്ങനെ മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാം സീസണിന്റെ അവസാനം സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അടുത്ത സീസൺ ഈ സീരീസിന്റെ DNA കാര്യമായി മാറ്റാതെ ദ്വീപേഷ്, സുമിത്ര, ജഗദീഷ് എങ്ങനെ അവതരിപ്പിക്കുമെന്നറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത്രയുമായിരുന്നു ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്